മൂന്നാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ കാണാം. മോഹിനി ചോദ്യം: മായാമോഹിനിയുടെ വരവ് കണ്ടിട്ട് ബാബുരാജ് ബിജു മേനോനോട് പറയുന്ന കമന്റ് എന്താണ്? എ, നല്ല മലയാളി പെൺകുട്ടി അല്ലടാ. ബി, നല്ല മലഞ്ചരക്ക് വണ്ടി വരുന്ന പോലെ അല്ലടാ. സി, നല്ല മായാമോഹിനിയെ പോലുണ്ട് അല്ലടാ. ബി, നല്ല മലഞ്ചരക്കായിരുന്നു. നല്ല മലഞ്ചരക്ക് വണ്ടി വരുന്ന പോലെ ഉണ്ട് അല്ലടാ. ബി ഞാൻ എടുത്തിട്ട് പൂട്ടി. ഇനി ഒരു ചെറിയ കുസൃതി ചോദ്യമാണ്. ഒരു ചെറിയ ചോദ്യം: മനുഷ്യനും കഴുതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ലൂ ഉണ്ട്. ദീപ. ഞാനോ? കഴുതയാണോ ഞാൻ? എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. ഇല്ല ഇല്ലെന്നാണ് തോന്നുന്നത്. ഞാൻ പറയട്ടെ, മനുഷ്യൻ കഴുതയാവും, കഴുത മനുഷ്യൻ. നമ്മൾ വിളിക്കത്തില്ലേ, എടാ കഴുതേ അതൊന്ന് എടുത്തു വെക്കണം. കഴുതയുടെ അടുത്ത് പറയൂ, എടാ മനുഷ്യ. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞപ്പോ ഞാനൊന്നും അല്ലാന്ന് പറഞ്ഞില്ലേ? ഉത്തരം ഏതാണ്ട് പറഞ്ഞു, പക്ഷെ പിടികിട്ടിയില്ല. ഓക്കെ, അപ്പം ബി, നല്ല മലഞ്ചരക്ക് വണ്ടി വരുന്ന പോലെ അല്ലടാ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. ഈ മായാമോഹിനി പടം എത്ര പ്രാവശ്യം കണ്ടു? ഒരു 3-4 വർഷം കണ്ടു. 3-4 പ്രാവശ്യം. എങ്ങനെയുണ്ട് ഈ അദ്ദേഹത്തിന്റെ ഈ മേക്കപ്പ്? സൂപ്പർ, ഒന്നും പറയാനില്ല. മേക്കപ്പ് മാനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ മെമ്മറീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ പടം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഷൂട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ബാക്കി 5 സ്റ്റുഡൻസിന്റെ കഥയാണ് പറയുന്നത്. അതിൽ ഒരാൾക്ക് വേറൊരു മേക്കപ്പ് മാൻ. എനിക്ക് ഈ റോഷൻ ചേട്ടനാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല നേരിട്ട്. അപ്പം ബാക്കിയുള്ള പിള്ളേർക്കെല്ലാം വേറെ അസിസ്റ്റന്റ് ചേട്ടന്മാരാ ചെയ്തത്. അപ്പോൾ ഈ ചേട്ടൻ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസത്തെ ഷൂട്ടിന് വന്നു ആ ചേട്ടൻ ഇല്ല അവിടെ. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് മേക്കപ്പ് മാനോട് ചോദിച്ചു, എന്ത് പറ്റി, എവിടെ പോയി ആ ചേട്ടൻ? അത് ദീപ അവാർഡ് മേടിക്കാൻ പോയി. ഞാൻ ചോദിച്ചു, എന്ത് അവാർഡോ? അതാരും അപ്പോഴാ പറഞ്ഞിങ്ങനെ മായാമോഹിനിയുടെ മേക്കപ്പ് മാൻ മായാമോഹിനിയുടെ സിനിമയ്ക്ക് വേണ്ടി അവാർഡ് മേടിക്കാൻ അന്ന് ഫ്ലൈറ്റ് കയറി പോവാണ്. എനിക്ക് മേക്കപ്പ് ചെയ്തിട്ട് പോയി, ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഒരു വലിയൊരു അല്ല. അപ്പൊ പറഞ്ഞു വരുന്നു, ഇത് എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടാണോ പുള്ളിക്ക് അവാർഡ് കിട്ടിയത്? അങ്ങനെയല്ല. എനിക്ക് മേക്കപ്പ് ഇത്രയും വലിയൊരു ആള്, അതായത് ദിലീപിനെ ഇത്രയും ഒരു, എനിക്ക് തോന്നുന്നില്ല ഒരു പെൺകുട്ടി ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്നാൽ ഇത്രയും ഒരു ഗെറ്റപ്പിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു അദ്ദേഹം എനിക്ക് മേക്കപ്പ് ഇട്ടു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ തന്നെ നടന്നു വരുന്ന ആ സീനിൽ പല ഇതും കാണിച്ചപ്പോഴത്തേക്ക്, പല വിഷ്വൽസും കണ്ടപ്പോഴത്തേക്ക് അസൽ പെണ്ണ് തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ദീപ ഏത് സീരിയലാണോ സിനിമയാണോ? സീരിയലാണ് ചെയ്യുന്നത്. സാർ എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോ ചോദിച്ചു എന്താ ബ്രേക്ക് ഇട്ടെന്നൊക്കെ ചോദിച്ചു. അതിപ്പോഴാണ് ഞാൻ പറയുന്നത്. ഒരു 13 വർഷത്തോളം സീരിയൽ ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് ഒരു ഇങ്ങനെ സിനിമ ഒന്ന് ചെയ്താലോ, സിനിമ ഒന്ന് കോൺസെൻട്രേഷൻ കൊടുത്താലോ എന്ന് തോന്നി. അങ്ങനെ ബ്രേക്ക് ഇട്ടിട്ട് നിന്നു. അങ്ങനെ 2 പടം ഇപ്പം ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. ഒന്ന് പായ്ക്കപ്പൽ എന്ന് പറഞ്ഞിട്ട് മൂവി, മലയാളം മൂവി. ഒന്ന് തമിഴ കളിർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് 2 റിലീസ് ഇങ്ങനെ വേറൊരെണ്ണം തുടങ്ങാനും ഇരിക്കുമ്പോഴാണ് കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങനെ ഒരു സീരിയൽ കഴിഞ്ഞിട്ട് പെട്ടും കിടക്കുകയും എല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. വരുന്ന സമയത്താണ് ഇങ്ങനെ അറിയാന്നുള്ളൊരു കൺട്രോളർ വിളിച്ചു. അതായത് ദീപ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊരു ഡൗട്ടാണല്ലോ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ ചെയ്യുന്നുണ്ടോ, അപ്പം എടുത്തു പറഞ്ഞു ഒരു ടൈറ്റിൽ നെയിം പറഞ്ഞു, സീരിയലിന്റെ ടൈറ്റിൽ, നാമം ജപിക്കുന്ന വീട് എന്ന ടൈറ്റിൽ നെയിം. അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് നാമം ജപിക്കുന്ന ആളാണല്ലോ, അപ്പൊ ശരി നോക്കി അങ്ങനെ ജോയിൻ ചെയ്തു. ഇപ്പം അതിങ്ങനെ പോകുന്നു. വെരി ഗുഡ്. അപ്പോ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ബാബുരാജ് അവതരിപ്പിച്ച വക്കീൽ കഥാപാത്രത്തിന്റെ ഇരട്ടപ്പേരെന്താണ്? എ, കേസില്ലാ വക്കീൽ. ബി, ഞായറാഴ്ച വക്കീൽ. സി, കരിഭൂതം. ഞായറാഴ്ച
ഞായറാഴ്ച വക്കീലാണെന്ന് തോന്നുന്നു. കേസിലെ സൺഡേ വക്കീൽ അഡ്വക്കേറ്റോ എന്ന് തോന്നുന്നു. ഡൗട്ടാണ്. ഞായറാഴ്ച വക്കീൽ. ദീപ പറഞ്ഞിരിക്കുന്ന ഉത്തരം ബി, ഞായറാഴ്ച വക്കീൽ. ഞാൻ എടുത്തിട്ട് പൂട്ടി. കിടക്കട്ടെ വക്കീൽ അവിടെ. എന്തായാലും ഞായറാഴ്ചയാണ്. അതെ, ഒരു 24 hours അവിടെ കിടക്കട്ടെ. അതെ. പിന്നെ ദീപയുടെ ജീവിതത്തിൽ കണ്ണ് നിറഞ്ഞ നിമിഷങ്ങൾ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? അയ്യോ, സീരിയലല്ല. വന്നു അതും അയ്യപ്പൻ്റെ തന്നെ എനിക്ക് ഓർമ്മ വന്നു എന്നുള്ളതാണ് ഈശ്വര. ഞാനൊരു റിയാലിറ്റി ഷോ, ഒരു അവാർഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെർഫോമൻസ് ഞാനല്ല ചെയ്യുന്നത്, പക്ഷേ കാർട്ടൺ റൈസറിൻ്റെ ആങ്കറിങ് ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലായിടവും പോയിട്ടൊരു ആങ്കറിങ് ചെയ്യാൻ വേണ്ടി അപ്പം ശ്രീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ആശ ശരത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഫ്ലോറിലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തോണം ദീപ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഓരോ ഫ്ലോർ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ പറഞ്ഞു, ദീപ ഒന്ന് ഇരുന്നോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നിരുന്നത് ഒരു ഫ്ലോറിനകത്താ. ഈ ആശ ചേച്ചി അപ്പോൾ എൻട്രി ആവുന്നേ ഉള്ളൂ. ആശ ചേച്ചി വന്നിരിക്കുമ്പോൾ ഉള്ളതൊന്നും എനിക്കറിയില്ല, ആശ ചേച്ചി എന്താണ് പെർഫോമൻസ് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ കോറിയോഗ്രാഫറിൻ്റെ അടുത്ത് പറയുവാണ്, ഞാനിങ്ങനെ ഞാൻ ചെയ്ത എന്തായാലും കാണിക്കാം, അത് നോക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കറക്റ്റ് ഈ ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുകയും ചെയ്തു. സൈഡിലും ആയിപ്പോൾ എനിക്ക് അവിടെ സീറ്റ് കിട്ടിയുള്ളൂ. ഞാൻ അവിടെ ഇരുന്നു. നേരെ എനിക്ക് ഹരിവരാസനമാണ് ചെയ്തത്. ഞാൻ ഒന്നും അറിയുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പോകുന്നൊന്നും അറിയില്ല. ഹരിവരാസനം തുടങ്ങി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. അതിന് മുന്നേ എനിക്കതായത് കയറി നിന്ന് ഭഗവാനെ തൊഴുന്നത് പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. കാരണം ചേച്ചി അത്രയ്ക്കും ഭംഗിയായിട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ ഇറങ്ങി ഓടി വിളിച്ചെന്ന് കരച്ചില്ല. അപ്പോൾ അവിടെ എന്തോ എല്ലാവരും പേടിച്ചു, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ അസിസ്റ്റൻ്റ് ഒന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെയാണ്, കുറച്ച് ഇൻറ്റിമസി കൂടുതലാണ് അവൾക്ക് എന്ന് പറഞ്ഞു. പിന്നെ ആശ ചേച്ചി വന്ന് കെട്ടിപ്പിടിച്ചു, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് ആശ ചേച്ചി ഇപ്പോഴും കണ്ടാൽ ഓടി വരും. അങ്ങനൊരു അസുലഭ മുഹൂർത്തം ഉണ്ടായി. ഓക്കെ. അപ്പം ഞായറാഴ്ച വക്കീലാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ഞായറാഴ്ച വക്കീൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. ഞാന് ഇത് കേട്ടപ്പോ ഒന്ന് കരയാൻ ശ്രമിച്ചു, ഒരു ശകലം നനഞ്ഞ്, പക്ഷെ അങ്ങോട്ട് കണ്ണീര് വീഴുന്നില്ല.